ഹലോ കൂട്ടുകാരെ, നമ്മുടെ മണിക്കുട്ടിക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. വളരെ വിഷമമായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് പനി പിടിച്ചു. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇതുപോലെ പെറ്റ്സിനെല്ലാം ഇങ്ങനെ വൈറൽ ഫീവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ആൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു. ഇപ്പം ഫുൾ ടൈം കിടപ്പാണ്, ഫുഡൊന്നും കഴിക്കുന്നില്ല. ആകപ്പാടെ ഭയങ്കര നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളായിരുന്നു. ഫുൾ ടൈം നല്ല ആക്റ്റീവായിട്ട് നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരാളായിരുന്നു. എന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. അവർ അത്യാവശ്യം ഒട്ടും വയ്യായിരുന്നു. അതുപോലെ വീക്കായിപ്പോയി. പിന്നെ ട്രിപ്പൊക്കെ ഇട്ടു. നമ്മൾ 2 ദിവസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ അവൾക്ക് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അത് എങ്ങനെ പറ്റിയെന്ന് നമുക്കറിയത്തില്ല. അപ്പം ചെറുതായിട്ടൊന്ന് അവിടെ മുറിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി എല്ലാം കൊണ്ടും അവൾ ഭയങ്കര വീക്കാണ്. കുറേ മരുന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അവളൊട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് മാത്രമാണ്. അതായത് അവൾ മൊത്തം എടുക്കുന്നൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന പകുതിയും അവൾ തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഈ മരുന്നെല്ലാം കൂടി ആകുമ്പോഴത്തേനും അത് വലിയ പ്രോബ്ലം ആകില്ലേ. അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾക്ക് ബ്ലഡിന് കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനൊരു ടോണിക്കൊക്കെ തന്നിട്ടുണ്ട്. ഇതാ ടോണിക്കാണ്. അപ്പം അതെല്ലാം കൊടുത്തു. ആളിപ്പം ഭയങ്കര സൈലൻ്റാണ്. ഭയങ്കര എപ്പോഴും കിടപ്പാണ്. ഒട്ടും വയ്യ. നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ആ ഒരു അവസ്ഥയിൽ അവളെ കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നല്ല ആക്റ്റീവായിട്ട് നടന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പം. അതുകൊണ്ട് ഇവളുടെ നേരത്തെ ഇങ്ങനെ ആയിരുന്നു. എപ്പോഴും നമ്മളെവിടെ ഇരുന്നാലും അവിടെ ഉണ്ടാവും നമ്മുടെ കൂടെ. ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ ഇരുന്ന അവളാണിപ്പം ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലെ ഒരു ആളെപ്പോലെ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ. പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അവർക്ക് വാക്സിനൊക്കെ എടുത്ത് എല്ലാം ഇരിക്കണം. പിന്നെ എല്ലാവരും ഒക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണേ.